കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണകുമാറിന്റെ സ്വീകരണ പരിപാടി നടന്നു. നീണ്ടകര ഹാർബറിൽ നിന്നുമാണ് സ്വീകരണം ആരംഭിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണകുമാറിന്റെ സ്വീകരണ പരിപാടികൾ നടന്നു. നീണ്ടകര ഹാർബറിൽ നിന്നുമാണ് സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത്. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T മനോഹരൻ സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കരുണ കാഴ്ച ഗവൺമെന്റാണിത്. എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി വിഭാഗത്തോട് പ്രത്യേക കരുണ ഈ ഗവൺമെന്റ് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളികൾക്ക് ഭരണകൂടമാണ് പിണറായി സഖാവിന്റെ ഭരണകൂടമെന്ന് നമുക്കറിയാം. എല്ലാ വിഭാഗം തൊഴിലാളികളും താല്പര്യം സംരക്ഷിക്കുന്ന അതിന് മുൻതൂക്കം നൽകുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ നമുക്കറിയാം. പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ പ്രത്യേക താല്പര്യം കാണിച്ച ഗവൺമെന്റാണ്. എന്തുകൊണ്ടാണ് നമുക്കറിയാം. 2018 വെള്ളപ്പൊക്ക കാലത്ത് 100 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും രൂക്ഷമായ വെള്ളപ്പൊക്ക കാലത്ത് 1 ലക്ഷത്തിന് താഴെ ആളുകൾ മുൻനിർത്തിയെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഗവൺമെന്റ് ഏജൻസികൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി ഇന്ത്യൻ നേവി ഉൾപ്പെടെ നിന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, തൊഴിലാളി വർഗത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറ്റ് യാതൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ചെറുവള്ളങ്ങളുമായി പ്രളയ ദുരന്തബാധിത പ്രദേശത്ത് പോയി അവരെ രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ അധിനിവേശം 2-3 ദിവസക്കാലം കേരളത്തിന്റെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ചെറുവള്ളങ്ങളുമായി ദുരന്തബാധിത പ്രദേശങ്ങളിൽ പോയി 10,000-15,000 ആളുകൾ മുൻനിർത്തുന്ന ഉറപ്പായിട്ടും അവരെ വള്ളത്തിൽ വിട്ടുകൊടുക്കാതെ ജനകീയ രക്ഷാ ദൗത്യം നടത്തി, മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് ജനകീയ രക്ഷാ ദൗത്യം നടത്തി വെള്ളപ്പൊക്ക ദുരിതകാലത്ത് ഒറ്റയാളിനെയും വള്ളത്തിൽ വിട്ടുകൊടുക്കാതെ ജനകീയ രക്ഷാ ദൗത്യം നടപ്പിലാക്കിയ ലോകത്തെ ആദ്യത്തെ ഗവൺമെന്റാണ് പിണറായി സർക്കാർ. K രാജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സ്ഥാനാർത്ഥി സേതുലക്ഷ്മി, വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്തു. നീണ്ടകരയുടെ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ.